പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ പിന്നിൽ കാണുന്നത് ആനയടി അപ്പുവിൻ്റെ ഒന്നാം പാപ്പാനെ ചേട്ടൻ്റെ പേരെന്താ? വിജയൻ ചേട്ടനോടൊപ്പമാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വിജയൻ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ അപ്പുവിൻ്റെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആനയടി അപ്പുവിൻ്റെ ഒന്ന് വിശേഷം. നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ അപ്പു എന്ന ആനയുടെ ഒന്നാനക്കാരനായ ഹരിപ്പാട് വിജയൻ എന്നറിയപ്പെടുന്ന ഞാനാണ് ഇപ്പോൾ ഇതിൻ്റെ പരിപാലനം നടത്തിക്കൊണ്ട് പോകുന്നതും. അതേപോലെ തന്നെ ആനയടി ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഏതാണ്ട് ഒരു 3.5 വർഷക്കാലമായ ഒരാനയാണ് നമ്മുടെ അപ്പു എന്ന് പറഞ്ഞ ആന. ഇവിടുത്തെ ആനയടി ക്ഷേത്രത്തിലെ മാനേജിംഗ് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും വളരെ ശ്രമകരമായ ഫലം കൊണ്ട് ഈ ആനയെ ഇവിടെ വാങ്ങുവാനും ഇതിനെ സംരക്ഷിക്കുവാനും വളരെ ഭംഗിയായ രീതിയിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു ക്ഷേത്രവും ക്ഷേത്ര കമ്മിറ്റിയും, അതേപോലെ തന്നെ അതിലുപരി നാട്ടുകാരുടെ ഏറ്റവും നിർലോഭമായ സഹകരണം ഈ ആനയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്ന ഒരു നാടുകൂടിയാണ് ആനയടി. അതേപോലെ തന്നെ ഭഗവാൻ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ആന കൂടിയാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ആഘോഷ പരിപാടികൾ, അതായത് ജനുവരി 20-ാം തീയതി കൊടിയേറ്റ് ഉത്സവത്തോടു കൂടി ആരംഭിച്ചിരുന്ന 5ാം ഉത്സവമാണ്. 29-ാം തീയതിയാണ് ഇവിടുത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഗജമേള നടക്കുന്ന ഒരു ഏക സ്ഥലം ഈ ആനയടി ക്ഷേത്രമാണ്. ആനയടി ക്ഷേത്രത്തിൽ ഏതാണ്ട് 60-65 ആനകളോട് വരുന്ന ഒരു വലിയ ഗജമേളയാണ് നടക്കാൻ പോകുന്ന പൂരം. അതായത് തൃശ്ശൂർ പൂരത്തിനെ ോടൊപ്പം നിൽക്കത്തക്ക അതിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്ന ഒരു ആനയടി പൂരം വളരെ പ്രസിദ്ധമായ, ഒരുപാട് ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഭക്തജനങ്ങൾ മുഴുവൻ എത്തിച്ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് ആനയടി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഈ ആഘോഷ പരിപാടിക്ക്. അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്ന് പോലും ഈ ആനകളെ കാണുവാനും ഈ പൂരം ആഘോഷിക്കുവാനും വരുന്ന ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഈ ആനപ്രേമികളായിട്ടുള്ള ആൾക്കാർ അനവധി ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു വലിയ ഒരു സങ്കേതം കൂടിയാണ് ആനയടി. ആനയടിയിലെ വളരെ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു വലിയ ഒരു മഹാസംഭവം, അതായത് ജനുവരി 29-ാം തീയതി ഇവിടെ നടക്കാൻ പോവുകയാണ്. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് വലിയ ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ഇവിടെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് വളരെ ഓണത്തിനേക്കാൾ വളരെ വിശേഷമായിട്ട്. വിജയൻ ചേട്ടാ, എനിക്കിനി അറിയാനുള്ളത്, ഈ നമ്മുടെ അപ്പുവിൻ്റെ സ്വഭാവ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്, എന്തെങ്കിലും അവന് ഈ ചെയ്ത ഒരു കാര്യം അങ്ങനെയുള്ള? ഈ ആനയടി അപ്പുവിനെ സംബന്ധിച്ച് പറയുന്നെങ്കിൽ അതൊരു സ്വഭാവിയാണ്. ഒരു ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ട ഒരു ആന. അവൻ്റെ ജാതക ഗുണം അതിനെ സംബന്ധിച്ച് അതിന് മറ്റൊരാളോടൊരു ഉപദ്രവമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പകപോക്കലോ അങ്ങനെയുള്ള യാതൊരു വിധ വിഷയങ്ങളും ഇല്ലാത്ത, എല്ലാവർക്കും അത് വളരെ സ്നേഹതുല്യനായിട്ട് നിൽക്കുന്ന ഒരു ആനയാണ്. ചേട്ടാ, വിജയൻ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ എല്ലാവരും പറയുന്നുണ്ട് ഈ ആന മനസ്സിൽ പക വെച്ചിട്ട് പിന്നീട് അത് നമ്മളെ എത്ര വർഷം കഴിഞ്ഞാലും, ഈ ഐതിഹ്യമാലയിലൊക്കെ ഇങ്ങനെ ഞാനൊന്ന് വായിച്ച്, പക വെച്ചിട്ട് പിന്നീട് നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ അവനത് പക തീർക്കുമെന്നോ ആളിനെ ഇങ്ങനെ, അത് ശരിയാണോ? ആനയെ സംബന്ധിച്ച് പറയുമ്പോൾ ആന വളരെ ഓർമ്മശക്തിയുള്ള ഒരു ആനയാണ്. അപ്പോൾ ആ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഒരിടത്ത് പോകുന്ന സ്ഥലം അതിന് വളരെ നിശ്ചയമായിട്ട് അടുത്ത വർഷം ഇനി 2 കൊല്ലം കഴിഞ്ഞ് ചെന്നാലും അതിന് വളരെ നിശ്ചയമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഓരോരുത്തരും പെരുമാറുന്നത് വളരെ ഭംഗിയായിട്ട് അതിന് മനസ്സിൽ സൂക്ഷിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ആ ആളെ അത് മറക്കില്ല. അതാണ് പകയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അത്രമാത്രം. വിജയൻ ചേട്ടാ, ഇനി ഇവൻ്റെ പിന്നെ ലക്ഷണങ്ങളെക്കുറിച്ച്, ഇവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ അതിന് അകന്ന കൊമ്പാണ്, എടുത്ത കൊമ്പാണ്. അതേപോലെ തന്നെ അതിൻ്റെ വായുകുംഭം, പെരുമുഖം, ചെവി, തലക്കുന്നി എല്ലാം വളരെ സൗന്ദര്യമൊത്ത
വടുവത്ത ഒരു രീതിയിലുള്ള ആനയടിയിലെ രാജാവാണ് അവൻ. ആനയടിയിലെ രാജാവെന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം ആനകൾ വരുമ്പോൾ ഏറ്റവും ഇവിടുത്തെ എഴുന്നള്ളിപ്പ് നയിക്കുന്നത് ഈ ആനയടി അപ്പുവാണ്. അപ്പൊ അതിന് ഇവിടുത്തെ പൂരനായകൻ അവന്റെ നിലവിനെ കുറിച്ചും അതിനെ വളരെ നല്ല രീതിയിൽ നിലവിൽ നിൽക്കുകയും ചെയ്യും. ആന അതേപോലെ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ എല്ലായിടത്തും ഭംഗിയായ രീതിയിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ആ ആനയെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കും. അപ്പോൾ വിജയൻ ചേട്ടന് ഏറ്റവും അപ്പുവിന്റെ ഒന്നാം പാപ്പാവനാണെന്ന് വളരെ അഭിമാനമുണ്ട്. വളരെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ആനയടി ക്ഷേത്രത്തിലെ ആനയായതുകൊണ്ട് എനിക്ക് വളരെ ഏറെ സന്തോഷമുണ്ട്. എനിക്കതിൽ നിന്ന് ജോലി ചെയ്യുന്നതില് അതിലുപരി എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് അതിനെ കൊണ്ട് ജീവിക്കാനുള്ള മാർഗം ഭഗവാൻ തരുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. ആനയോടും ഭഗവാനോടും ഈ നാട്ടുകാരോടും കടപ്പെട്ട ഒരാളായി എന്നും ഉണ്ടാകും. അപ്പോൾ ചേട്ടാ ഇത്രയും നേരം എന്നോട് ഇത് എല്ലാം പറഞ്ഞു തന്നതിനും നാട്ടുകാരനെന്ന രീതിയിലും എല്ലാം വളരെ നന്ദിയുണ്ട്. പ്രേക്ഷകരെ, നിങ്ങളിത് കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. വിജയൻ ചേട്ടൻ എല്ലാം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രാജേന്ദ്രൻ വള്ളികുന്ന്. കയ്യിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ, ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ, ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ. എണ്ണി നമിക്കാമെന്നും ഞാൻ പവിത്രനാമങ്ങൾ, നിന്നുടെ സഹസ്രനാമങ്ങൾ.